മാന്നാറിൽ യുവതിയെ കാണാതായ സംഭവത്തിൽ പുതിയ വഴിത്തിരിവ്. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മാവേലിക്കര മാന്നാറിൽ 15 വർഷം മുമ്പ് യുവതിയെ കാണാതായ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. മാന്നാർ ഇരമത്തൂരിലെ വീട്ടിലെ കല എന്ന യുവതിയെ കൊന്നു കുഴിച്ചുമൂടിയെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നു പരിശോധിച്ചപ്പോഴാണ് മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത്. ഇത് പരിശോധനയ്ക്കായി അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. മൃതദേഹാവശിഷ്ടം കാണാതായ കലയുടേത് തന്നെയെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. വിശദമായ പരിശോധന തുടരുകയാണ്. യുവതിയെ കൊന്ന് കുഴിച്ചുമൂടിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പരിശോധന നടത്തുന്നത്. കലയുടെ ഭർത്താവ് ഇസ്രയേലിൽ ജോലി ചെയ്യുകയാണ്. ഇയാളെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിവരികയാണ് പോലീസ്. 15 വർഷം മുമ്പാണ് കലയെ കാണാതാകുന്നത്. കാണാതാകുമ്പോൾ കലയ്ക്ക് കുഞ്ഞുണ്ടായിരുന്നു. അനിലും കലയും വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരാണ്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നു. അനിൽ കലയെ വിവാഹം കഴിച്ചതിൽ ബന്ധുക്കൾക്ക് താല്പര്യമില്ലായിരുന്നു. അതിനാൽ തന്നെ അനിലിൻ്റെ ബന്ധുവീട്ടിലാണ് വിവാഹശേഷം കലയെ താമസിപ്പിച്ചിരുന്നത്. സ്വന്തം വീട്ടുകാരുമായി കലയ്ക്കും വലിയ അടുപ്പം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ദിവസം കലയെ കാണാതാവുകയായിരുന്നു. പോലീസിന് പരാതി ലഭിച്ചെങ്കിലും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നില്ല. പിന്നീട് അനിൽ വേറെ വിവാഹം കഴിച്ചു. കഴിഞ്ഞ 3 മാസത്തിനു മുമ്പാണ് കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് മാന്നാർ പോലീസിന് ഒരു ഊമക്കത്ത് ലഭിക്കുന്നത്. ഇതോടെ വീണ്ടും അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. കലയെ കൊലപ്പെടുത്തിയതാണെന്ന വിവരം പ്രതികളിലാരോ മദ്യപാന സദസ്സിൽ വെളിപ്പെടുത്തിയതാണെന്നാണ് സൂചന. അവിടെ ഉണ്ടായിരുന്ന ആരെങ്കിലുമാകണം പോലീസിന് കത്തയച്ചത്. കേസിൽ അനിലിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് കസ്റ്റഡിയിലുള്ളത്. ന്യൂസ് ഡെസ്ക്, എക്സ്പ്രസ് വാർത്ത.